UDF വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. താല്പര്യം UDF വരണം തന്നെയാണ്. ഇടതുപക്ഷ സർക്കാരാണ്. BJP പിടിക്കാൻ അല്ലാണ്ട് ഇപ്പോൾ എടുപ്പാനാണ് പറയാൻ പറ്റില്ല. എത്ര സീറ്റ് ഉണ്ടാവുമെന്നും പറയാൻ പറ്റൂല. UDFന്റെ മായ്ക്കല്ല, പടം വലിയില്ല. എന്തായാലും സർക്കാരിന്റെ തുടർഭരണമായിരിക്കും. കൂടുതൽ ആൾക്കാരും പിണറായി വിജയനെ കുറിച്ച് പറയുന്നതാണ് കേട്ടിട്ടുള്ളത്. അവരും പോരാ, പുതിയ ആൾക്കാർ വരട്ടെ. എനിക്ക് തോന്നുന്നു UDF ആണെന്ന് തോന്നുന്നു. LDF ആയിരിക്കും ഇവിടെ. കേരളത്തിൽ ഇടത് തരംഗമോ അതോ UDF തരംഗമോ? രാഷ്ട്രീയ കേരളം കൊണ്ടുപിടിച്ച ചർച്ചയിലാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് UDF അധികാരത്തിലെത്തുമോ അതോ മൂന്നാം തവണയും പിണറായി സർക്കാർ അധികാരത്തിലേറുമോ? വയനാട്ടുകാരോട് ചോദിക്കാം. പറയാനല്ലേ LDF വരും ഉറപ്പായിട്ടും. കേരളത്തിൽ ആരാന്ന് പറയാ, UDFനാണ് സാധ്യത. അത് പിണറായി സർക്കാർ വരിക. പൂച്ചനെ പോലെ എങ്ങനെ മേലിട്ടാലും 4 കാലിലെ തല വീഴുള്ളൂ. പിണറായി സർക്കാരാണല്ലോ ഇപ്പം ഭരിക്കുന്നത്. അദ്ദേഹം തന്നെയായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. ജനങ്ങൾക്ക് ആരാണോ നന്മ ചെയ്യുന്നത് അവരധികാരത്തിൽ വരട്ടെ. ഇപ്രാവശ്യത്തെ സാധ്യതയിൽ എനിക്ക് തോന്നുന്നത് UDF തന്നെയാണ് ഇത് കാണുന്നത്, ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. 10 വർഷം എല്ലാവരും ഭരിക്കുന്നത്, അപ്പോൾ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പിണറായി സാറിന്റെ ഭരണം. പിണറായി വരട്ടെ. നമുക്ക് വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ ഒപ്പം നിന്നിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, ദുരന്ത കാലഘട്ടങ്ങളിലും ജനങ്ങളുടെ ഒപ്പം നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. UDF വൻപിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. പിണറായി സർക്കാരിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അന്ത്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു തുടർഭരണം വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകളുടെ, പിന്നെ വൃദ്ധന്മാരുടെ പെൻഷൻ പോലുള്ള കാര്യങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങൾ എല്ലാം കഴിഞ്ഞ 10 വർഷത്തിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇവിടെ വീണ്ടും പിണറായി വരുള്ളൂ. അതിലൊരു മെഡിക്കൽ കോളേജ് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്നും കുറേ ജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുൻകൈ എടുത്ത് വരുന്ന ഒരാൾക്ക്, പാർട്ടിക്കും ഇതിനൊക്കെ അപ്പുറം വ്യക്തിയെ നോക്കിയിട്ട് അതെ വോട്ട് ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായെന്ന് തോന്നുന്നു. LDF ആയിരിക്കും ഇവിടെ. UDF വരണം, മാറ്റം വരണം എന്നാണ് നമുക്ക്. ഈ പരാജയം കൂകി അതിനുള്ള മറുപടി ഞങ്ങൾ ഈ ഇലക്ഷന് കൊടുക്കും. അതിൽ യാതൊരു സംശയമില്ല. UDF വരും. LDF. UDF. കാരണം ഒരു മാറ്റമൊക്കെ വരണ്ടേ, ചേഞ്ചസ് ഒക്കെ വരണം. ഞാനൊരു നേഴ്സാണ്, അപ്പോൾ അതിലൊക്കെ കുറേ മാറ്റം വരണം എന്നുണ്ടല്ലോ, നമുക്ക് താല്പര്യം ഉണ്ടല്ലോ. നമ്മൾ ഇത്രയും കാലത്തെ ഒരു 10 വർഷം കണ്ടിന്യൂ ആയിട്ട് ഭരിച്ച LDF സർക്കാരിൻ്റെ അതേ രീതിക്ക് തന്നെ പോകുന്ന നമ്മളെ. എനിക്ക് തോന്നുന്നു UDF ആണെന്ന് തോന്നുന്നു. UDF LDF അത് നമുക്ക് ഒന്നും പറയാനൊന്നും പ്രവചിക്കാനും കാര്യങ്ങളൊന്നും ആര് വന്നാലും നമ്മൾ സ്വീകരിക്കും. അവരും പോരാ, പുതിയ ആൾക്കാർ വരട്ടെ. എന്നാലും പിണറായിനെ താല്പര്യമില്ല. കേരളത്തിന് നല്ലത് ഇടതുപക്ഷ സർക്കാരാണ്. അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. UDF വരട്ടെ, 10 കൊല്ലം കഴിഞ്ഞില്ലേ. UDF ആണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ആര് വന്നാലും നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ തന്നെ എടുക്കണം. സാധാ ജനങ്ങളുടെ ആവശ്യങ്ങളും കൂടെ കണ്ടറിയണം. ആര് വന്നാലും കുഴപ്പമില്ല, നമ്മൾ പണിക്ക് വേണോ താങ്ങാനും ഇന്നും പണിക്ക് പോയിട്ട് വരികയാണ്. ആര് വന്നാലും നമ്മളെ സ്ഥിതി അതന്നെ. ഒന്നും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒന്നും പറയാൻ പറ്റില്ല. UDF ജനങ്ങൾക്ക് വളരെ എതിർപ്പാണ് ഭരണത്തിനോട്. അതൊന്നും പറയാൻ കഴിയില്ല, ആർക്കും വരാം. കേരളത്തിൽ UDFനാണ് സാധ്യത. ആര് വരുമെന്നറിയില്ല, പുതിയ ആളാരെങ്കിലും വന്നാൽ മതി. UDFന്റെ മായ്ക്കല്ല, പടം വലിയില്ല, അധികാരമോഹം ഇല്ലാത്തന്നെ. അതുകൊണ്ട് അവർ തന്നെ വരണം എന്നുള്ള നമ്മളെ അഭിപ്രായം. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര വലിയൊരു വികസനമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് എടുത്തു നോക്കിയാൽ എല്ലാ നമ്മുടെ റോഡായിക്കോട്ടെ ചെയ്തു കഴിഞ്ഞു. ഉറപ്പ് 100%. ആര് വന്നാലും നമുക്ക് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം. ഇടത് വന്നാലും വലത് വന്നാലും. കോൺഗ്രസ് വരും. ഒരു ഭരിച്ച 10 വർഷം ഭരിച്ചില്ലേ, അതിൻ്റെ ഒരു പ്രതികരണം ജനങ്ങളുടെ അടുത്ത് നിന്നുണ്ടാവും. എന്തായാലും സർക്കാരിന്റെ തുടർഭരണമായിരിക്കും. കാരണം എന്തായാലും ഇത്രയും നല്ല വികസനമുള്ള സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല. വയനാട്ടിൽ ഈ സെറ്റിൽമെൻ്റ് ഒക്കെ, ചൂരൽമല സെറ്റിൽമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പിണറായിക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജാണ്. സാധ്യത UDF ആണ് വരാൻ സാധ്യത ഉണ്ടാവുക. പിണറായി വിജയൻ തന്നെ വരും, മൂന്നാമത്തെ വരും. മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈ ഇപ്രാവശ്യം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആര് കയറും ആര് കയറില്ല എന്നുള്ള രീതി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. യുവത്വം വരണമെന്നുണ്ട് കുറച്ചും കൂടെ. UDF അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാധാരണക്കാരനെ സംബന്ധിച്ചു, അതുപോലെ തന്നെ കൃഷിക്കാരെ സംബന്ധിച്ച് പെരുവയില്ല. അതാ പറഞ്ഞത്, അതൊക്കെ ഒരു തുടർഭരണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയ കളികൾ നടക്കാതെ അതൊക്കെ നടന്നു പോകാൻ സാധ്യതയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കേരളത്തിൽ ചരിത്രം തീർത്ത് LDF സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമോ അതോ UDF അധികാരം തിരിച്ചു പിടിക്കുമോ? മെയ് 4 വരെ നമുക്ക് കാത്തിരിക്കാം.